വൈകിട്ട് തട്ടുദോശ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതുവരെ ആരും വന്നിട്ടില്ല. ഞാനിവിടെ വായും നോക്കി ഇവിടെ നിൽക്കുവാണ് കേട്ടോ. അപ്പം നോക്കിയപ്പോൾ ഒരു അദ്ദേഹം ദേ കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന് 3 ദോശയും മുട്ട ഓംപ്ലേറ്റും കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ദോശക്കല്ലിനകത്താണ് കേട്ടോ ദോശ ഉണ്ടാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ മറ്റേ വലിയ കല്ലാണ്, വലിയ കട്ടിയുള്ള കല്ലാണ്. അപ്പോൾ അതൊന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗ്യാസ് ചിലവാകും. നമുക്ക് കച്ചവടം ഇല്ലെന്നുണ്ടെങ്കിൽ അത്രയും ഗ്യാസ് അങ്ങ് പോകും. അതുകൊണ്ട് ഞാൻ അകത്തിരുന്ന് അടുപ്പും കുറ്റിയും ദോശക്കല്ലും എല്ലാം എടുത്ത് വേറൊരു ടീപ്പോടെ മണ്ടേ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെയും ദോശയ്ക്കൊന്നും ഇദ്ദേഹം അല്ലാതെ വേറൊരാളും വന്നിട്ടില്ല. കാരണം പുറത്തൊക്കെ ഇഷ്ടംപോലെ മന്തിക്കടയൊക്കെ ഉണ്ട്. പിന്നെ സാധാരണക്കാരാരെങ്കിലും വരുവാണെങ്കിലേ ഉള്ളൂ ദോശ കഴിക്കുന്നത്. അല്ലെങ്കിൽ കാശുകാർക്ക് എല്ലാവർക്കും മന്തിയും കുന്തിയൊക്കെ പുറത്ത് കിട്ടുമല്ലോ. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം അകത്തുനിന്ന് എല്ലാം കൂടെ വാരിക്കെട്ടി വെളിയിൽ കൊണ്ടുവച്ചത്. ഇനി വെളിയിൽ നിന്ന് എല്ലാം കൂടെ വാരിക്കെട്ടി അകത്ത് കൊണ്ട് വെക്കണം. അപ്പോൾ അതാ തോരനും തീയലിനും മാങ്ങ അച്ചാറിനും ഞാൻ ആ സമയം കൊണ്ട് അവിടെ നിന്ന് അരിഞ്ഞു കേട്ടോ. ഇനി ഈ സാധനങ്ങളെല്ലാം അകത്ത് പോയിട്ട് പറക്കണം. വലിയ ആവേശത്തോടു കൂടിയാണ് കുടയൊക്കെ നൂത്ത് വന്നത്. പക്ഷേ ഭയങ്കരമായിട്ട് ഞാൻ പരാജയപ്പെട്ടു പോയി. ഇനി ഇതെല്ലാം പറക്കി അകത്ത് വെച്ചിട്ട് വേണം. ഇപ്പം ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം പറക്കി വെക്കണം. ഈ കുറച്ച് പാത്രങ്ങളുണ്ട്, അതെല്ലാം കഴുകി കിടക്കുമ്പോൾ 12 മണിയാവും. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ, സീ യു.